ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കേക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്നും അതിൻ്റെ ഡെക്കറേഷനൊക്കെ എങ്ങനെയാണെന്നോ എല്ലാം ഒന്ന് നോക്കിയിട്ട് വന്നാലോ? അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുത്തതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കിച്ചണിൽ പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ബേസ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് സീവ് ചെയ്തെടുക്കണം. 3 പ്രാവശ്യം സീവ് ചെയ്തെടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ 1 പ്രാവശ്യം സീവ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ടയിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കേക്കിനായിട്ട് എടുക്കുന്ന എല്ലാ സാധനങ്ങളും നോർമൽ ടെമ്പറേച്ചർ ആയത് മാത്രം എടുക്കുക, ഒരിക്കലും തണുപ്പെടുക്കാൻ പാടില്ല. ഇനി നമുക്കിതിനകത്തോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണ്. 1/2 കപ്പ് പഞ്ചസാര ഞാൻ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. മാക്സിമം എത്രയും ഫ്ലഫി ആക്കി എടുക്കാൻ പറ്റുമോ അത്രയും ഫ്ലഫി ആക്കി എടുക്കുക. ഇപ്പോൾ ഇത് നല്ല ക്രീമി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ലോ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക. ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡർ മെത്തേഡിൽ കുറേശ്ശെയായിട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത്. 1 കിലോയുടെ കേക്ക് ആയതുകൊണ്ട് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുത്തു. നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇടയിൽ മാത്രം ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്ന 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്ന പാത്രത്തിൽ വെച്ച് കൊടുത്ത് ഒരു 35 തൊട്ട് 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. 40 മിനിറ്റ് ആയപ്പോഴത്തേക്ക് എൻ്റെ കേക്ക് നല്ലതുപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. സ്ക്യൂർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ നമ്മുടെ കേക്ക് നല്ല ക്ലീൻ ആയിട്ട് വരുവാണെങ്കിൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് ചൂടാറിയതിന് ശേഷം ഇതുപോലെ കേക്ക് ടിന്നിൽ നിന്ന് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം, 1 കപ്പ് വിപ്പിംഗ് ക്രീം നല്ലതുപോലെ ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഈ വിപ്പിംഗ് ക്രീം കറക്റ്റായിട്ട് ബീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ആദ്യത്തെ ലെയർ, അതായത് മുകളിലത്തെ ലെയർ ഏറ്റവും അടിയിലായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഷുഗർ സിറപ്പ് നല്ലതുപോലെ വെറ്റ് ചെയ്ത് കൊടുക്കുക. ഷുഗർ സിറപ്പിനായിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്ത് തിളപ്പിച്ചതിന് ശേഷം അതിന് തൊട്ട് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തത്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്ത് എല്ലായിടവും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ പിന്നീട് ഒരിക്കലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ആയാലും എന്തിയായി പോകട്ടോ, അതുകൊണ്ടാണ് ചെയ്യാത്തത്. അതുകൂടെ കുറേശ്ശെ ഇതുപോലെ ഒന്ന് എല്ലായിടവും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. തോനെ നമ്മൾ ഒഴിച്ചാൽ അതിൻ്റെ പുറത്തോട്ട് ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലായിടവും ഒന്ന് പറ്റത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തൂടെ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അടുത്ത ലെയറും കൂടെ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതേ സെയിം ആയിട്ട് തന്നെ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അവസാനത്തെ ലെയർ കൂടെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതുപോലെ ഫില്ല് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ഒന്ന് ക്രം കോട്ട് പോലെ കൊടുത്തെടുക്കുക. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തൂടെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇതിൻ്റെ മുകൾ ഭാഗത്തൂടെ നമുക്കിതുപോലെ ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ക്രം കോട്ടിങ് പോലെ കൊടുത്തിട്ട് നമുക്കൊരു 2 മണിക്കൂർ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. 2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ കേക്കൊക്കെ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ ഫൈനൽ കോട്ടിങ് കൊടുക്കാം. അതിനായിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം നല്ലതുപോലെ ആഡ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സൈഡിലെല്ലാം നല്ലതുപോലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്ക്രാപ്പർ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. സൈഡൊക്കെ 2-3 പ്രാവശ്യം ഇതുപോലെ സ്ക്രാപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ലെവലായി കിട്ടും. അതിനുശേഷം എവിടെയെങ്കിലും നമ്മൾ ക്രീം അപ്ലൈ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഹോൾസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും കൂടെ ക്രീം അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ സ്ക്രാപ്പർ വെച്ചിട്ട് 2-3 പ്രാവശ്യം ഇതുപോലെ ചുറ്റി കൊടുത്താൽ മതി. അന്നേരം നല്ലതുപോലെ ലെവലായി കിട്ടും. അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗവും കൂടെ നമുക്ക് നല്ലതുപോലെ ലെവൽ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കാർഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ആ കാർഡ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ലതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രാപ്പർ വെച്ചിട്ടോ ഒക്കെ നമുക്കിത് നമ്മുടെ കൈക്ക് ഏതാണോ ഉതകുന്നത് അത് വെച്ചിട്ട് നമുക്കിതുപോലെ ലെവൽ ചെയ്തെടുക്കാം. ഇനി നമുക്കിതുപോലെ ഒരു 6 ആക്കിൻ്റെ സ്ക്രാപ്പർ വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം, ഒരു ഡിസൈനായിട്ട് കൊടുക്കാം. അപ്പോൾ അത് കേക്കിന് കാണാൻ നല്ലൊരു പെർഫെക്ഷൻ കിട്ടും. ഇനി ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം നമ്മുടെ പൈപ്പിംഗ് ബാഗിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർ നോസിലാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഒരു ഡിസൈനും അതുപോലെ താഴ്ഭാഗത്ത് വേറൊരു ഡിസൈനും കൂടെ കൊടുത്തെടുക്കുന്നുണ്ട്. അതേ നോസിൽ വെച്ചിട്ട് തന്നെ താഴ്ഭാഗത്ത് വേറൊരു ഡിസൈനും കൂടെ കൊടുത്തെടുത്തു. അതിനുശേഷം അതേ നോസിൽ വെച്ചിട്ട് തന്നെ ഒന്ന് സർക്കിളായിട്ടും കൂടെ കൊടുത്തെടുത്തു. ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കൂടെ ഞാനിവിടെ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് റോസ് വരച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു റെഡ് കളർ വിപ്പിംഗ് ക്രീമാണ് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തൂടെ ബേസായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് നമ്മുടെ ഫ്ലവർ വെച്ച് കൊടുക്കാനായിട്ട് ഒരു ബേസും കൂടെ റെഡിയാക്കി. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൂടെ കുറച്ച് ബേസായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഇതിൻ്റെ ഷാർപ്പായിട്ടുള്ള ഭാഗം മുകളിലായിട്ട് പിടിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. പിന്നെ എല്ലാം റാ പോലെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മാത്രം മതി. റൊട്ടേറ്റ് ചെയ്ത് റാ പോലെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ നല്ല ഒരു ഫ്ലവർ നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ ഫ്ലവർ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ നേരത്തെ ബേസ് റെഡിയാക്കി വെച്ചെടുത്തൂടെ ഈ ഫ്ലവർ എടുത്ത് വെച്ച് കൊടുക്കാം. സ്ലോലി ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കാം. അതുപോലെ ഞാൻ 3 ഫ്ലവർ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർ നോസിൽ വെച്ചിട്ട് കുറച്ച് വലിയ സ്റ്റാർ നോസിലാണ് അത് വെച്ചിട്ട് ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്കിവിടെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ലീഫിൻ്റെ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ലീഫും കൂടെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റഭാഗം കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഒരു ഡിസൈനൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു വൈറ്റ് ഫോണ്ടൻറ്റിൽ ഷുഗർ പേസ്റ്റിൽ ഇതുപോലെ എഡിബിൾ പെന്ന് വെച്ചിട്ട് എഴുതിയതാണ്. അതും കൂടെ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് ഗോൾഡൻ പേഴ്സും കൂടെ ഇതിൻ്റെ സൈഡിലൊക്കെ ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ. ഹാവ് എ നൈസ് ഡേ.